ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബിസ്ക്കറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പഞ്ചസാര ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിപ്പോൾ ചിലവരിലല്ല വലിയവരല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ് നമ്മുടെ ഈ ഒരു പഞ്ചസാര ബിസ്ക്കറ്റ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, കാണാൻ നല്ല ഭംഗിൻ്റെ ഉണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 100 ml പാലെടുത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ, കാച്ചി വെച്ച പാല്. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. 5 ടീസ്പൂൺ പഞ്ചസാര എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബിസ്ക്കറ്റിന് ഒന്ന് കറക്റ്റായിട്ട് ഒരു ലിമിറ്റ് ആയിട്ടുള്ള മധുരമാണ്. നമ്മുടെ മുകളിലേക്കും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കില്ല, നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിമിറ്റ് ആയിട്ടുള്ള മധുരമാണ്. രണ്ടും കൂടി ആവുന്ന സമയത്ത് ഒരുപാട് മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെയാണ്. വേണമെങ്കിൽ ഒരു 7 ടീസ്പൂണോ ഒരു 6 ടീസ്പൂണോ വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആകണം കേട്ടോ. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാലും ബട്ടറും നന്നായിട്ട് മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വരട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഉറപ്പായിട്ടും യൂസ് ചെയ്യുമ്പോൾ ഒറ്റ കുഴപ്പമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് കടലെണ്ണയും വെളിച്ചെണ്ണയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓയിലൊന്നും യൂസ് ചെയ്യാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ബട്ടർ യൂസ് ചെയ്തത് കേട്ടോ. ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും ഒരേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേ അളവുകളിൽ തന്നെ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യണമെങ്കിലും ഉറപ്പായിട്ടും ഇതേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 കപ്പ് മൈദമാവാണ് നമ്മളതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു അരക്കപ്പും പിന്നെ കുറച്ചൊരു അരക്കപ്പും അങ്ങനെ കുറച്ചായിട്ട് ഒരു 3 ടൈം ആയിട്ട് 3 ടൈംസ് ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വിസ്ക് കൊണ്ടാണ് ഇപ്പോൾ ആദ്യം മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കുന്ന രീതിക്ക്, അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാനൊരു അരക്കപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും കുറച്ചുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ചൊരു അരക്കപ്പ് ചേർക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ്, അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മുട്ടയും കൂടെ തന്നെ ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, കുഴപ്പമില്ല. നമുക്കത് എൻ്റെ ഒരു ആഗ്രഹത്തിനും കുട്ടികളുടെ ഒരു താല്പര്യത്തിനും വേണ്ടി മാത്രം ഞാനൊരു പിഞ്ച് ഫുഡ് കളർ, അതായത് ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അതിപ്പോൾ ഏത് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിലും ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട്, ഇപ്പം നമ്മൾ മുട്ട ഒഴിച്ച് കാരണം വീണ്ടും ഒന്നുകൂടി നമ്മുടെ മാവ് ലൂസ് ആകുമല്ലോ. അപ്പോൾ അത് കാരണം വീണ്ടും ഒരു അരക്കപ്പ് കൂടെ നമ്മൾ അരക്കപ്പ് അപ്പോഴേ എടുത്തതിൻ്റെ അരക്കപ്പിൽ നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു അരക്കപ്പും അപ്പോഴേ എടുത്തതിൻ്റെ ബാലൻസും, അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടി 2 കപ്പ് മാവ് നമ്മളതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ മുട്ട ഒഴിച്ചപ്പോൾ കണ്ടില്ല ഒന്നുകൂടി നന്നായിട്ട് ലൂസായിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം, കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ മുട്ടയും ഫുഡ് കളറും എല്ലാം നന്നായിട്ട് മിക്സ് ആവേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി നമ്മൾ മാവുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഒരുവിധം നല്ല സോഫ്റ്റ് ആവുന്ന രീതിക്കാണ് നമുക്ക് കുഴക്കേണ്ടത്, നല്ല തിക്കാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റാണ്. മുട്ടയുടെ സൈസ് എന്ന് പറയുന്ന സമയത്ത് ഓരോ മുട്ടയ്ക്കും ചില വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ 2 ടീസ്പൂൺ കൂടുതലായിട്ട് മാവ് ചേർത്തിട്ട് മുട്ടയുടെ അളവുകൾ വ്യത്യാസം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ടിപ്പോൾ ഞാൻ കുറച്ച് മാവ് വിതറി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതായത് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പരത്തുന്നത്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാവ് മുകളിലേക്ക് കുറച്ചുകൂടി വിതറി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ തിക്നെസ് എല്ലാ ഭാഗത്തും ഒരേ അളവിലേക്കുള്ള തിക്നെസ് ആയിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കുറേയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരില്ല, അതുകൊണ്ടാണ്. എന്നിട്ടപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ പരത്തിയതിന് ശേഷം മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടാതെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കാം, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് പഞ്ചസാര ഇടുമ്പോഴാണല്ലോ അവർക്കത് കാണാനും ആ ഒരു കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാടൊന്നും അമർത്തണ്ട, ചെറുതായിട്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ ഒട്ടി വരും. നമ്മൾ കൈ കൊണ്ട് അമർത്തുന്ന സമയത്ത് തന്നെ ഒട്ടി വരും. എന്നാൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വലിയ ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ ഷേപ്പിലോ അത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഓവനിലും വെച്ച് ചെയ്യുന്നുണ്ട്, കുക്കറിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിൽ ചെയ്യുകയാണെങ്കിലും ഓവനിൽ ചെയ്യുകയാണെങ്കിലും എല്ലാം 20 മിനിറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓവനിലാവുന്ന സമയത്ത് ചിലപ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും, അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇതുപോലെ കണ്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഓവനിലേക്ക് വെക്കാനായിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തത്. പിന്നെ ഇനിയൊരു തട്ടിലേക്കും കൂടെ വെക്കുന്നുണ്ട്.
ഇതാണ് നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്നത്. ഇതും ജസ്റ്റ് 20 മിനിറ്റ് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. വേണമെങ്കിൽ എക്സ്ട്രാ ടൈം വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടും കൂടി 20 മിനിറ്റ് കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. നമുക്ക് ബട്ടർ എന്ന് പറയുന്ന സമയത്ത് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ബട്ടർ വേണമെങ്കിൽ നമുക്ക് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓവൺ ഇല്ലെങ്കിലും നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം. ഈസി ആയിട്ട് 2-3 സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്തായാലും ഒരു ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം. എന്തായാലും ഞാൻ ഈ ബിസ്ക്കറ്റ് ഒന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെയർ വ്യത്യാസങ്ങളാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലെയർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് ഹാർഡല്ല, നല്ലൊരു ടേസ്റ്റ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ രീതിക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.